ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻ. 2025 ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുന്നതോടെ കഴിഞ്ഞ ട്രംപ് ഭരണകൂടം തുടങ്ങിവെച്ചതും പൂർത്തീകരിക്കാൻ കഴിയാത്തതുമായ കുടിയേറ്റ നിയമപരിഷ്കാരങ്ങളും അമേരിക്ക ഫസ്റ്റ് എന്ന അജണ്ടയുമൊക്കെ വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ്. നിയമാനുസൃത കുടിയേറ്റക്കാരിൽ ഇന്ത്യക്കാർ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെക്കാൾ മുമ്പിലാണ്. എന്നാൽ H-1B, EB-3 തുടങ്ങിയ തൊഴിൽ വിസകളിൽ വരുന്ന ഇന്ത്യക്കാർ പിന്നീട് സ്ഥിരതാമസത്തിനും ഗ്രീൻ കാർഡിനുമൊക്കെ അർഹത നേടുകയാണ് ചെയ്യുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അമേരിക്കൻ പൗരത്വവും നേടുന്നു. വർദ്ധിച്ചു വരുന്ന ഏഷ്യൻ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന, ഫിലിപ്പീൻസ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെ കുടിയേറ്റം തടയുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ വിസ പ്രോസസ്സിങ്ങും മറ്റും മന്ദഗതിയിലാക്കിയിട്ടുണ്ട്. പെർമനൻ്റ് റെസിഡൻസ് കിട്ടാനും ഗ്രീൻ കാർഡിനുമൊക്കെ വർഷങ്ങൾ കാത്തിരിക്കേണ്ടതുമുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള സ്കിൽഡ് പേഴ്സൺസായ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, IT പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, സയൻറ്റിസ്റ്റ് തുടങ്ങിയവർ പ്രിഫർ ചെയ്യുന്നത് H-1B വിസകളെയാണ്. ഇതൊരു ടെമ്പററി നോൺ ഇമിഗ്രൻ്റ് വിസയാണ്. അവരവരുടെ രംഗത്ത് നല്ല മികവ് തെളിയിച്ചാലേ H-1B വിസയ്ക്ക് അർഹരാകൂ. ആയതിനാൽ H-1B വിസ കിട്ടാൻ തീർച്ചയായും US കമ്പനികൾ സ്പോൺസർ ചെയ്യേണ്ടതുമുണ്ട്. 2023 ഒരു ഡേറ്റ അനുസരിച്ച് 74% H-1B വിസയും ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഇന്ത്യക്കാർക്കാണ്. ഇതിൽ ടോപ്പ് H-1B വിസ സ്പോൺസേഴ്സ് TCS, ഇൻഫോസിസ്, മൈക്രോസോഫ്റ്റ്, IBM, ഗൂഗിൾ തുടങ്ങിയ മൾട്ടിനാഷണൽ കമ്പനികളാണ്. ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഏഷ്യൻ സാന്നിധ്യവും ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് അജണ്ടയും ഒക്കെ കാരണം H-1B വിസകളുടെ എണ്ണം കുറയ്ക്കാനും അപേക്ഷകളിന്മേൽ കർശനമായ സൂക്ഷ്മ പരിശോധനകൾ ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. ബിരുദവും ഉയർന്ന തൊഴിൽ പരിജ്ഞാനവും ഉണ്ടെങ്കിൽ എൻട്രി ലെവൽ ജോബ്സ് ചെയ്തിരുന്നവർക്കും H-1B വിസയ്ക്ക് നേരത്തെ അപേക്ഷിക്കാമായിരുന്നു. ഡേറ്റ അനലിസ്റ്റ്, അക്കൗണ്ടൻറ്റ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, ഗ്രാഫിക് ഡിസൈനേഴ്സ് തുടങ്ങി എൻട്രി ലെവൽ ജോബ് ചെയ്തുകൊണ്ടിരുന്നവർക്കും ബിരുദവും മതിയായ തൊഴിൽ പരിജ്ഞാനവും ഉണ്ടെങ്കിൽ H-1B വിസയ്ക്ക് അപേക്ഷിക്കാമായിരുന്നു. H-1B വിസ റിഡക്ഷൻ അവരെയും ബാധിക്കും. അടുത്തത് EB-3 വിസ കാറ്റഗറിയാണ്. നഴ്സുമാർ, സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ്, മറ്റ് പ്രൊഫഷണൽസ് എന്നിവർക്കുള്ള വിസയാണ് EB-3 വിസ. ആരോഗ്യമേഖലയിൽ നഴ്സുമാർക്ക് പുറമെ ഫിസിക്കൽ തെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, ഹെൽത്ത് കെയർ വർക്കേഴ്സൊക്കെ ആശ്രയിക്കുന്ന ഒരു വിസയാണ് EB-3. ഇതും എംപ്ലോയർ സ്പോൺസേഡ് വിസ ആയതിനാൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. US തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ലേബർ സർട്ടിഫിക്കേഷൻ, USCISൻ്റെ പെറ്റീഷൻ അപ്രൂവൽ, മെഡിക്കൽ എക്സാമിനേഷൻ തുടങ്ങിയവയും ആവശ്യമുണ്ട്. എന്നാൽ ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവർ, പ്രത്യേകിച്ച് നഴ്സുമാർ, അധികം ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് US ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. 2031 3.3 മില്യൺ നഴ്സസിനെ രാജ്യത്തിന് ആവശ്യമുണ്ടെന്നാണ് അവർ പറയുന്നത്. നഴ്സിംഗ് മേഖലയിൽ തദ്ദേശീയരുടെ ലഭ്യത വിവിധ കാരണങ്ങളാൽ കുറവായതിനാൽ ഏഷ്യൻ രാജ്യങ്ങളിലെ നഴ്സുമാർക്ക് ഒരു ആശങ്കയും വേണ്ടെന്നാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത്. എന്നാൽ ഷോർട്ടേജ് ഉണ്ടായിട്ട് പോലും 2016 ട്രംപ് ഭരണകൂടം നഴ്സുമാർക്കും മറ്റും വേണ്ടിയുള്ള EB-3 വിസകളുടെ എണ്ണം കൂട്ടിയിരുന്നില്ല എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്. മെറിറ്റ് ബേസ്ഡ് വിസ പ്രോഗ്രാമാണ് ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കാനഡയിലുള്ളതുപോലെ പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റമാണ്. അത് CRS അഥവാ കോംപ്രിഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം എന്നാണ് കാനഡയിൽ അറിയപ്പെടുന്നത്. ഏജ്, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ് സ്കിൽസ്, വർക്ക് എക്സ്പീരിയൻസ് ഇവയെ ആധാരപ്പെടുത്തിയുള്ള വിസ സിസ്റ്റമാണ്. വിസ അപേക്ഷകർക്ക് രാജ്യത്തിന് എന്ത് സംഭാവന ചെയ്യാൻ കഴിയുമെന്ന് നോക്കിയാണ് വിസകൾ ഇഷ്യൂ ചെയ്യുന്നത്. അതുതന്നെയാണ് ട്രംപ് ഉദ്ദേശിക്കുന്ന മെറിറ്റ് ബേസ്ഡ് വിസ പ്രോഗ്രാം. അതായത് US എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ വാല്യൂ അഥവാ മൂല്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടി വരും. അടുത്തത് സ്റ്റുഡൻറ്റ് വിസയെക്കുറിച്ചാണ്. ഇനി US സ്റ്റുഡൻറ്റ് വിസയിൽ എത്തുന്നവരുടെ കാര്യം എന്താകുമെന്ന് നോക്കാം. വിദേശ വിദ്യാർത്ഥികൾക്കായി നീക്കിവച്ചിട്ടുള്ള ഈ വിസയെ F-1 വിസ എന്നാണ് പറയുന്നത്. ഇത് അക്കാഡമിക് പർപ്പസിന് വേണ്ടി നൽകുന്ന വിസയാണ്. F-1 വിസയുടെ കാലാവധി അവർ ജോയിൻ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷനെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ 60 days ഗ്രേസ് പീരീഡ് ഉണ്ട്. ഈ പീരീഡിനുള്ളിൽ OPT അഥവാ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് അപേക്ഷിക്കാം. ഇത് അവർ പഠിച്ച വിഷയങ്ങളിൽ പ്രാക്ടിക്കൽ നോളജ് കിട്ടാനുള്ള ഒരു അവസരമാണ്. OPT 2 തരത്തിലുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രീ കംപ്ലീഷൻ OPTയും പഠനം കഴിഞ്ഞ് പോസ്റ്റ് കംപ്ലീഷൻ OPTയും പ്രിഫർ ചെയ്യാം. OPT പ്രിഫർ ചെയ്താൽ 12 മാസം വരെ അവർ പഠിച്ച വിഷയങ്ങളിൽ വർക്ക് എക്സ്പീരിയൻസ് നേടാനുള്ള ഒരു അവസരം ലഭ്യമാകും. STEM അഥവാ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് വിഷയങ്ങളിലെ ഗ്രാജുവേറ്റ്സിന് 2 വർഷം മുതൽ 3 വർഷം വരെ OPT മുഖേന ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതിനിടയിൽ H-1B വിസയ്ക്കുള്ള അപേക്ഷ നൽകുകയും ചെയ്യാം. പക്ഷേ അധികാരത്തിൽ വരുന്ന ട്രംപ് ഭരണകൂടം
സ്റ്റുഡൻറ്റ് വിസകളിന്മേലും OPTയുടെ കാര്യത്തിലുമൊക്കെ എന്ത് തീരുമാനമെടുക്കുമെന്ന കാര്യത്തിൽ വിദേശ വിദ്യാർത്ഥികൾ ആശങ്കാകുലരാണ്. കാരണം കഴിഞ്ഞ ടേമിൽ തന്നെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ട്രംപ് ഭരണകൂടം ആരംഭിച്ചിരുന്നു. അതിൽ പ്രധാനം 6 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ട്രാവൽ ബാനായിരുന്നു. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള OPT നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്യുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറഞ്ഞിരുന്നു. H-1B വിസകളുടെ കാര്യത്തിലെന്ന പോലെ F-1 വിസകളുടെ കാര്യത്തിലും പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇനിയുള്ളത് ഫാമിലി ബേസ്ഡ് വിസകളാണ്. ഫാമിലി ബേസ്ഡ് വിസകൾ ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിലും ട്രംപിന് അത്ര അനുകൂല മനോഭാവമല്ല. ഇക്കാര്യത്തിലും മെറിറ്റ് ബേസ്ഡ് ഇമിഗ്രേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ട്രംപിനുള്ളത്. ഇപ്പോഴത്തെ ഉദാരമായ ഫാമിലി വിസ നയപ്രകാരം അനിയന്ത്രിതമായ നിലയിൽ US-ലേക്ക് ആൾക്കാർ കുടിയേറുന്നുണ്ടെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി കരുതുന്നത്. അതിനെ ചെയിൻ മൈഗ്രേഷൻ എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഫാമിലി വിസ കാറ്റഗറിയിൽ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിനെ സ്പോൺസർ ചെയ്യുന്ന F-1, F-2A, F-2B വിസകൾക്ക് പ്രശ്നമുണ്ടായില്ലെന്ന് വരാം. എന്നാൽ മാരീഡായ മക്കളെ സ്പോൺസർ ചെയ്യുന്ന F-3 വിസയ്ക്കും സഹോദരങ്ങളെ സ്പോൺസർ ചെയ്യുന്ന F-4 വിസയ്ക്കും തീർച്ചയായും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം. ചുരുക്കത്തിൽ 2025 ജനുവരി 20 അധികാരത്തിലേറാൻ പോകുന്ന ട്രംപ് ഗവൺമെൻറ് കൂടുതൽ കർശനമായ കുടിയേറ്റ നിയന്ത്രണങ്ങളും വിസ നിയമങ്ങളിലെ പൊളിച്ചെഴുത്തുമൊക്കെ കൊണ്ടുവന്നേക്കാം. മെറിറ്റ് അടിസ്ഥാനത്തിലെ കുടിയേറ്റ നയം ലോവർ സ്കിൽഡ് പ്രൊഫഷണൽസിൻ്റെ അവസരം നഷ്ടപ്പെടുത്തിയേക്കാം. അതേസമയം ഹൈ സ്കിൽഡ് പ്രൊഫഷണൽസിനെ ആവശ്യമുള്ള IT, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, സ്പേസ് ടെക്നോളജി മേഖലകളെ മെറിറ്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സഹായിച്ചേക്കാം. അതായത് ഇനിയും ഇന്ത്യൻ നഴ്സുമാർക്കും ഹൈ സ്കിൽഡ് പ്രൊഫഷണൽസിന് മുമ്പിൽ അമേരിക്കൻ വാതിലുകൾ അടഞ്ഞിട്ടില്ലെന്ന് കരുതാം. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.